മുകിലൻ മുകിലൻ ഇതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ ഫ്രാക്ചർ. എം ഡി ആകത്തുണ്ടോ? ഉണ്ട്, പോയി കണ്ടോ. താങ്ക് യു സാർ. നമസ്കാരം സാർ. ഹായ് മുകുലൻ, ഗുഡ് ജോബ്. എന്തു പറ്റി മുകുലൻ? ചേട്ടാ ചേട്ടാ ദേ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ അവർ കണ്ടു സാർ. അപ്പോൾ ഒരു ക്യാമറ ഇടും തട്ടി പറിച്ചു. ആ സമയത്ത് ഒരു ചെറിയ സ്ട്രഗിൾ എൻ്റെ കൈ ഫ്രാക്ചറായി സാർ. എന്താ മുകുലൻ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ. എനിക്കത് ന്യൂസാണ് പ്രധാനം, നിങ്ങളാണ് പ്രധാനം. വന്നിരിക്കും താങ്ക് യു സാർ. മുകുലൻ, നിങ്ങൾ ഓർത്ത് അഭിമാനമുണ്ട്. ഈ ചാനലിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുത്തേക്കുന്നത്. സൂപ്പർ മുകുലൻ, ഗുഡ് ജോബ്. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആവുന്ന അന്ന് നമ്മുടെ ചാനലിന്റെ TRP റേറ്റിംഗ് അങ്ങ് മാരം മുട്ടും. അത് മാത്രമല്ല സാർ, ഇതുപോലത്തെ സാമൂഹ്യ ദ്രോഹികളെ വെറുതെ വിടരുത് സാർ. ഉറപ്പായിട്ടും. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇവര് അടിയും പിടിയും തുടങ്ങിയവര് 3 കൊല്ലം കൊണ്ട് മന്ത്രിയോടൊപ്പം അടുത്ത് മന്ത്രിക്ക് സപ്പോർട്ടായി മന്ത്രിയുടെ ബിനാമിയായി ഇന്ന് 300 ഏക്കർ തേയിലത്തോട്ടം, 5 ഷോപ്പിംഗ് മാള്, കെട്ടുകെട്ടായി ഒളിച്ചു വച്ചിരിക്കുന്ന പുതിയ പണവും ഇത്ര ഇവർക്ക് എങ്ങനെ കിട്ടി സാർ? നമ്മുടെ നല്ല സമയവും അവരുടെ മോശപ്പെട്ട സമയവും. ഇൻകം ടാക്സ് റൈഡ് അങ്ങനെ ലൈവായിട്ട് കിട്ടിയിട്ടുണ്ട് സാർ. അച്ചടിച്ച 2000 രൂപയുടെ നോട്ട് ജനങ്ങൾക്ക് പോയോ ഇല്ലയോ, ആ മുഴുവൻ നോട്ടും കുടോണ സാർ ഉള്ളത്. ഇവരെ വെറുതെ വിടാൻ പാടില്ല സാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മന്ത്രിയുടെ സാമ്പത്തിക വരുമാനം 1.5 കോടിയാണെന്നല്ലേ കണക്ക് കാണിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിനാമിക്ക് ഇത്ര കോടി ഉണ്ടെന്നല്ലോ തോന്നുന്നത്. നമ്മൾ ഈ കാര്യം അത്ര എളുപ്പത്തിൽ കാണരുത് സാർ. ഈ വാർത്ത ഒരേ സമയത്ത് ജനങ്ങളെയും പോലീസിനെയും എത്തിപ്പിക്കണം സാർ. ഉറപ്പായിട്ടും മുകുലൻ. എങ്ങനെ ഒരു കള്ളസ്വാമി കുടുങ്ങിയാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ കള്ളസ്വാമികളും കുടുങ്ങുന്നുവോ, അതേപോലെ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബിസിനസ്മാൻ, രാഷ്ട്രീയക്കാര്, അങ്ങനെ എല്ലാവരുടെ കുറ്റങ്ങളും തെളിയിക്കണം സാർ. ഇതുപോലെയെല്ലാം കൊണ്ടുവരാൻ ഈ വാർത്ത നമുക്ക് തീർച്ചയായും സഹായമായിരിക്കും സാർ. ഉറപ്പായിട്ടും മുകുലൻ. കമ്മിങ് സൺഡേ ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തേക്കാം. അതിന് മുന്നേ നിങ്ങൾ എഡിറ്റിംഗ് എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ സാർ. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചാനലിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായും സാർ, വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് മുകുലൻ. ഓക്കെ, ടേക്ക് കെയർ, ബൈ. ഹായ് ബ്രോ, നമുക്ക് പോയാലോ? നമ്മുടെ ആളാണെന്ന് തോന്നുന്നില്ലേ? നമ്മുടെ ആള് തന്നെ ചിരിക്കുന്നുണ്ടല്ലോ. ഇതെന്ത് പറ്റി? വർക്കൗട്ടായെന്നാ തോന്നുന്നേ. ഓ, ഇവനെയാണോ നോക്കിക്കൊണ്ടിരുന്നേ? പക്ഷെ ഇവനിവിടെ നോക്കത്തില്ലല്ലോ. ഇപ്പൊ അവന് നോക്കുന്നുണ്ടല്ലോ. എന്നടാ പുതിയ ശീലങ്ങളൊക്കെ? ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനും പോയാലോ? നമ്മളാണല്ലോ തേടി പോവാറ്, ഇപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നു. എന്നെ നിനക്ക് ഇഷ്ടമാണോ? നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടായി. അറിയാമല്ലോ, ഐ ലവ് യു. I love you. എന്റെ സ്ഥലത്ത് നീ ചെലവച്ച് എന്നെ ടെൻഷൻ ആക്കിയല്ലേ? ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു നോക്കോടാ. നോക്കടാ വാടാ. അവൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ ഗണപതിയുടെ ശല വെച്ചില്ലേ? ആ ദേഷ്യത്തിലാ അവനിപ്പോ. വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനൊരു പണി കൊടുക്കും. അവൾക്ക് അവൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുക. എന്താണെന്നറിയാവോ? നമ്മളോടുള്ള പ്രതികാരം. അതുകൊണ്ടാ വെച്ചിട്ടുണ്ട്. ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന പണിയിലുണ്ടല്ലോ, അവൻ ഈ സ്ഥലം വിട്ട് ഓടി പാടില്ല ബ്രോ. സിൽക്ക് ഷർട്ട്, അവനൊരു സ്വർക്കമണ്ടേ. എന്താണിത്? ജ്യൂസ്. ആർക്കാ? എന്റെ മോന് തന്നെ. നിനക്ക് വേണോ? ഒന്ന് പോ സാറേ, എനിക്കൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ചോദിക്കേ, നിനക്ക് തരാം. ഈ പ്രായത്തിൽ അയാളുടെ കളി കണ്ടില്ല. അയാൾ എപ്പോഴും അങ്ങനെയാ മോനെ. മോനെ ജ്യൂസ്. എടാ ഹരീഷേ, ഗുണേ, നിങ്ങളെ MD വിളിക്കുന്നു, ചെല്ലേ. അയാള് പണി കണ്ടില്ലേ? ഞാൻ പണി കൊടുത്തത് കണ്ടില്ലേ? എന്താ ഹരീഷ്? പറയൂ സർ. കഴിഞ്ഞ ആഴ്ചത്തെ നിന്റെ പ്രോഗ്രാം എന്താ പാതി വഴിക്ക് നിർത്തിക്കളഞ്ഞത്? വന്നവര് മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു സാർ. ഓഹോ, വഴക്കോട് കൂടിയാണ് വന്നത്. ഇനിയെങ്ങാനും അവരുടെ ഈ പ്രശ്നം മുഴുവൻ ടിവിയിലൂടെ പുറത്തറിഞ്ഞ് നാണക്കേടായാലോന്ന് കരുതി അവർ പ്രശ്നമൊക്കെ സംസാരിച്ച് തീർത്തു സാർ. അയ്യോ ചേട്ടാ, അയ്യോ എന്താ ഇത്? എന്നോട് ക്ഷമിക്ക് ചേട്ടാ. നിങ്ങളെ കുറിച്ച് പറഞ്ഞ നുണകളെല്ലാം വിശ്വസിച്ച്
എന്റെ അമ്മ എന്നെ ഈ പ്രോഗ്രാമിന് കൂട്ടിയിട്ട് വന്നതാണ്. നിങ്ങളെ എന്നെ പിരിക്കാൻ വേണ്ടിയിട്ട് ഈ TV ചാനലിലുള്ളവര് ഈ കാരണം മതിയാവില്ല. നാട്ടിൽ നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നോട് നോണ പറയാൻ പറഞ്ഞെന്നെ നിർബന്ധിക്കാം. അയ്യോ നമ്മൾ പറഞ്ഞു കൊടുത്തതല്ല, അങ്ങനെ തന്നെ പറയുന്നല്ലോ. ഞാനും അവര് പറയുന്നത് കേട്ട് നോണ പറഞ്ഞു. അയ്യോ നമ്മൾ പിരിച്ചു വിട്ടത് എല്ലാം ഒന്നു ചേർന്നല്ലേ ഈശ്വര, എന്താ ചെയ്യാ? എല്ലാരുടെ വാക്കും കേട്ട് ബുദ്ധിക്ക് എന്താ സംഭവിച്ച എന്റെ ഭാര്യ എന്നെ കുറിച്ച് തെറ്റായി പറഞ്ഞിരിക്കുകയാണ് സാർ. അവളത് മനസ്സിലാക്കി. ദയവേത് അതൊന്നും TV ചാനലിൽ ഇട്ടേക്കരുത് സാർ. ചേട്ടാ, ഇവിടെ TRPക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ളത് സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നവരെ ഒന്നിപ്പിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഡോ വാടക്കടോ, വന്നവരെ സംസാരിപ്പിക്കാത്ത തിരിച്ചയച്ചേക്കുന്നു. ഈ പ്രോഗ്രാമിന് മാത്രമല്ല, ഈ ചാനലിന് തന്നെ ആദരാഞ്ജലി പോസ്റ്റർ അടിച്ച് പോയിക്കൂടായിരുന്നു അങ്ങോട്ട്. എന്തുകൊണ്ടാ ഹിറ്റായത് പറയടോ? അവിഹിത പ്രണയം. ഇവന്റെ ഭാര്യ അവൻ വച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ ഭാര്യ അവൻ വച്ചുകൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റ് ആയിട്ടല്ലേ പോയത്. ദേ നോക്കടോ, അവരായിട്ട് കോംപ്രമൈസ് ചെയ്താലും നമ്മൾ വിടരുത്. ഇളക്കി വിട്ടുകൊണ്ടേ ഇരിക്കണം. അവരുടെ ഉള്ളിലുള്ള സീക്രട്ട് പുറത്തു കൊണ്ടുവരണം. അതൊന്നും ചെയ്യാതെ ചുമ്മാ കിടന്ന് കൊണച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നോക്ക്, TRP റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ നോക്ക്. മനസ്സിലായോ? പോടോ, ഇവനൊക്കെ നന്മമരം കളിക്കാൻ നിൽക്കുന്നു. സാറേ, ഞാൻ വിനോദ സംസാരിക്കുന്നത്. പറഞ്ഞവനോതെ. സാറേ, ഞാൻ കൊണ്ടുപോയി കുഞ്ഞിനെ വീട്ടിൽ ഇറക്കി വിട്ടായിരുന്നു സാറേ. ശരി, പറഞ്ഞോ. സാറേ, അത് പിന്നെ സാറിൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കണമായിരുന്നു. എന്താ കാര്യം? ഒരു അനിയൻ ചെക്കനുണ്ടായിരുന്നു. അവനിവിടെ ഏരിയ തന്നെ ഒരുപാട് ഇങ്ങനെ വഴക്കുണ്ടാക്കി നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമില്ലാതെ നീ എന്റെ ആളിന്റെ പുറകെ ചുറ്റരുത്. ഓടാ ഇവിടെ. ഇപ്പൊ അവള് ഈ എന്റേതാടാ. എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരടാ. 7 ദിവസത്തിനുള്ളിൽ ഞാൻ നിന്നെ പൊക്കോളാം. സാറ് വല്ലോ വർക്കുണ്ടെങ്കിൽ അവന് ഓഫീസിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് ഹെൽപ്പായിരിക്കും. നമ്മുടെ ഓഫീസിലോ? അതെ, നമ്മുടെ ഓഫീസിലാണ്. ശരി, അവനോട് വരാൻ പറഞ്ഞേക്ക്. ജനങ്ങളോട് സ്നേഹമില്ലാത്ത നമ്മുടെ ഏരിയയിൽ എനിക്ക് എന്ത് വിലയാ? എല്ലാരും നോക്കി നിൽക്കുമ്പോ എന്നെ ചാടിച്ചാടിയാടാ അവൻ കയറി അടിച്ചേ. അതെ ബ്രോ, അവന് നമുക്ക് തിരിച്ചടിക്കണ്ടേടാ. തിരിച്ചടിക്കണം ബ്രോ. വെറുതെ ജോലിക്ക് പോടാന്ന് പറഞ്ഞോണ്ടിരുന്ന ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനൊന്നുമല്ല പോകുന്നത്, റിസൈൻ ചെയ്യാനാ പോകും. വന്നിട്ട് കാണിച്ചുതരാം.